സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിന് പരിഹാരമായെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുറത്തുനിന്നും വൈദ്യുതി കിട്ടിത്തുടങ്ങി. ഓവർലോഡ് മൂലമുള്ള ട്രിപ്പിംഗ് ഇനി ഉണ്ടാകില്ല. പ്രതിസന്ധിക്ക് കാരണം വീടുകളിലെ വർദ്ധിച്ച ഉപഭോഗമെന്നും മന്ത്രി. ഇനിയും കൂടുതലായിട്ട് നമുക്ക് 250 മെഗാവാട്ട് കിട്ടിയില്ലെങ്കിൽ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്തത്. അത് ഇന്നലെ കിട്ടി. അതാണ് ആ പ്രശ്നം കഴിഞ്ഞത്. ഇനി പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ഏതെങ്കിലും പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകർ ബാഗും തൂക്കി വന്ന് മുടക്കുമെന്ന് കൃഷ്ണൻകുട്ടിയുടെ വിമർശനം. കേരളത്തെ വരൾച്ചയിലേക്ക് നയിച്ച് വേനൽ മഴയിലെ കുറവ്. മഴ ലഭ്യത 47% കുറഞ്ഞു. 14 ജില്ലകളിലും പ്രതീക്ഷിച്ച മഴ ലഭിച്ചില്ല. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 70%-ഓളം മഴ കുറഞ്ഞു. നാളെ മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ് സൂര്യാതപമേറ്റ് മുനിസിപ്പൽ കൗൺസിലർക്ക് പരിക്ക്. പൊള്ളലേറ്റത് കാഞ്ഞങ്ങാട് കൗൺസിലർ ഉണ്ണികൃഷ്ണന്. കഴുത്തിന് താഴെയും ശരീരത്തിന് മുന്നിലും പിന്നിലും പൊള്ളൽ. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 8 വയസ്സുകാരന് സൂര്യാതപമേറ്റ് കഴുത്തിന് പൊള്ളൽ. കൊടുംവേനലിൽ ചുട്ടുപൊള്ളി പാലക്കാട് ജില്ല. ശരാശരി താപനില 40 ഡിഗ്രിക്ക് മുകളിൽ. ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥ. സൂര്യാതപവും സൂര്യാഘാതവുമേറ്റ് 4 ആഴ്ചയ്ക്കിടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 318 പേർ. സംസ്ഥാനത്ത് മിൽമ പാലിന് 4 രൂപ കൂടും. പെരുമാറ്റച്ചട്ടം നീങ്ങിയ ശേഷം വർധന പ്രാബല്യത്തിലാക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനം. വൈകിപ്പിക്കുന്നതിനെതിരെ ഒരു വിഭാഗത്തിന് പ്രതിഷേധം. പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ടോ എന്ന് സംശയമെന്ന് ഡയറക്ടർ ബോർഡ് അംഗം വത്സലൻ പിള്ള. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നതിനിടെ KC വേണുഗോപാലിനായി കളഭം കൊണ്ട് തുലാഭാരം. പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ പണമടച്ച് കോൺഗ്രസ് പ്രവർത്തകൻ. വഴിപാട് KCയുടെ ജന്മദിനമായ മെയ് 18-ന്. മുഖ്യമന്ത്രി പദവിയിൽ തടസ്സമുണ്ടെങ്കിൽ നീങ്ങുന്നതിനാണ് തുലാഭാരമെന്ന് പണം അടച്ച CM അനിൽകുമാർ. മുഖ്യമന്ത്രി ചർച്ചകളിലെ KPCC നടപടിയിൽ ചെന്നിത്തല പക്ഷത്തിന് കടുത്ത അതൃപ്തി. പ്രജിൻ ബാബുവിന് നോട്ടീസ് നൽകിയത് പക്ഷാപാതപരമെന്ന ആക്ഷേപം. ഇംഗ്ലീഷ് പത്രത്തിൽ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് വന്നത് പരസ്യമല്ല, ലേഖനമെന്നും ന്യായീകരണം. സതീശനെതിരായ ഫ്ലെക്സ് ബോർഡുമായി ബന്ധമില്ലെന്നും ചെന്നിത്തല പക്ഷം. KPCCയുടെ മുന്നറിയിപ്പ് അവഗണിച്ചും കോൺഗ്രസിൽ ഫ്ലെക്സ് പോസ്റ്റർ യുദ്ധം. VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മൂവാറ്റുപുഴ നഗരത്തിൽ ഫ്ലെക്സ് ബോർഡ്. കോഴിക്കോട് നഗരത്തിൽ VD സതീശനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി 5 നാൾ. 5-ലധികം എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് പുറത്തുവരും. വോട്ടെണ്ണലിനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉദ്യോഗസ്ഥരുടെ പരിശീലനം ഉടൻ പൂർത്തിയാക്കും. വോട്ടെണ്ണൽ മെയ് 4-ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ല തൂത്തുവാരുമെന്ന് ഉറപ്പിച്ച UDF. കഴിഞ്ഞ തവണ കൈവിട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കും. കളമശ്ശേരി, കൊച്ചി, വൈപ്പിൻ മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കും. പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമെന്ന് UDF വിലയിരുത്തൽ. ബംഗാളിൽ 2ാം ഘട്ടത്തിൽ 11 മണിവരെ 40% പോളിംഗ് മന്ദഗതിയിലാക്കി കനത്ത മഴ. ജനവിധി എഴുത്ത് 142 മണ്ഡലങ്ങളിൽ. ബലപ്രയോഗത്തിലൂടെ BJP വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന് മമതാ ബാനർജി. ഗുണ്ടാസംഘങ്ങളുമായി സഞ്ചരിച്ച് മമത വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സുവേന്ദു അധികാരി. അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി കേന്ദ്രം. ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂറുമാറിയ രാഘവ് ചദ്ദ അടക്കമുള്ളവർ മന്ത്രിസഭയിലെത്തിയേക്കും. BJP ദേശീയ എക്സിക്യൂട്ടീവും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനം. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി സജിയുടെ ഞെട്ടിക്കുന്ന മൊഴി. സഹോദരനെ കൊന്നത് മർദ്ദിച്ചും കഴുത്തിൽ തോർത്തു മുറുക്കിയും. അമ്മ മേരിക്കുട്ടിയെ കറക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞു. കൊലപാതകം ഏപ്രിൽ 4-ന് രാത്രിയിൽ. മൃതദേഹം കുഴിച്ചു മൂടിയത് 2 ദിവസം വീടിന് പുറത്ത് പൊതിഞ്ഞു വെച്ചതിന് ശേഷം സജിയെ 14 ദിവസം റിമാൻഡ് ചെയ്ത് നെടുങ്കണ്ടം കോടതി. ലൈംഗികാതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെതിരെ തെളിവ് ലഭിച്ചെന്ന് SIT. അന്വേഷണം പൂർത്തിയായി. കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തില്ല. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ നടൻ ബോബി കുര്യൻ സഹായിച്ചതിന് തെളിവില്ല. കുറ്റപത്രം ഉടൻ തയ്യാറാകുമെന്നും അന്വേഷണ സംഘം.
വാഹനത്തിൽ അനധികൃതമായി നക്ഷത്രമുദ്ര വെച്ചതിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് പിഴ ശിക്ഷ 250 രൂപ പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ്. നടപടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തച്ചങ്കരിക്കെതിരെ തുടർ നടപടി വേണ്ടെന്നും തീരുമാനം. KMML-ൽ ESI അടച്ചെന്ന് വ്യാജരേഖ ഉണ്ടാക്കി തട്ടിപ്പിനിരയായത് താൽക്കാലിക ജീവനക്കാരൻ മുഹമ്മദ് ബിലാൽ. ക്രമക്കേട് നടത്തിയത് താൽക്കാലിക ജീവനക്കാരെ എത്തിക്കുന്ന അമൃത ബിൽഡേഴ്സ് എന്ന കമ്പനി. കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞത് അമ്മയുടെ ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ. അന്വേഷണ റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന്. കൊച്ചിയിലെ DJ പാർട്ടികൾ ലഹരി ഒഴുകുന്ന കേന്ദ്രങ്ങളായി മാറുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പാർട്ടികൾ പുലർച്ചെ വരെ നീളുന്നു. 11 മണിക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയെന്നും കാളിരാജ് മഹേഷ് കുമാർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ അന്വേഷണം തുടങ്ങി ജുഡീഷ്യൽ കമ്മീഷൻ. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായും ജില്ലാ കളക്ടറുമായും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ കൂടിക്കാഴ്ച. പരിക്കേറ്റവരെയും അപകട സ്ഥലവും സന്ദർശിക്കും. പത്തനംതിട്ടയിൽ ലൈഫ് പദ്ധതിയിലെ ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിയിട്ട് വർഷങ്ങൾ. പ്രതിസന്ധിയിലായത് സർക്കാർ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ച 54 കുടുംബങ്ങൾ. സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായ ഏഴംകുളത്തെ 95 സെന്റ് സ്ഥലം. ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് 2020 സെപ്റ്റംബറിൽ. മലപ്പുറം തിരൂരിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പാമ്പിഴഞ്ഞെത്തിയത് വീട്ടുമുറ്റത്ത്. കുട്ടി പാമ്പിനെ കണ്ട് ഓടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂർ കതിരൂരിൽ ഷോക്കേറ്റ് KSEB കരാർ ജീവനക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് കുണ്ടുചിറ സ്വദേശി P രാജൻ. ഷോക്കേറ്റത് ഇന്നലെ രാത്രി വൈദ്യുതി ലൈനിലെ തകരാർ പരിശോധിക്കുന്നതിനിടെ. ഉത്തർപ്രദേശിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ വൻ തീപിടുത്തം. 12ഓളം ഫ്ളാറ്റുകളിലേക്ക് തീ പടർന്നു. തീ അണയ്ക്കാൻ ശ്രമം തുടർന്ന് ഫയർഫോഴ്സ്. മേഖലയിലാകെ പുകപടലം. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സൂചന. ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊള്ളി തമിഴ്നാടും. ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ കേന്ദ്രം. 13 സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത. ഈറോഡും മധുരയിലും ട്രിച്ചിയിലും ജാഗ്രതാ നിർദ്ദേശം. ഉത്തർപ്രദേശിൽ തന്റെ കോലം കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ BJP MLA സന്ദർശിച്ച അഖിലേഷ് യാദവ്. ലക്നൌവിലെ മേദാന്ത ആശുപത്രിയിലെത്തി അനുപമ ജയ്സ്വാളിനെ കണ്ട SP അധ്യക്ഷൻ. വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച് മടക്കം. ശനിയാഴ്ച അനുപമയ്ക്ക് പൊള്ളലേറ്റത് അഖിലേഷിന്റെ കോലം കത്തിക്കുന്നതിനിടെ. സഹോദരിയുടെ അസ്ഥികൂടവുമായി ബാങ്കിലെത്തിയ ഒഡീഷ സ്വദേശിക്ക് ഒടുവിൽ അക്കൗണ്ടിലെ പണം കിട്ടി. ജിതു മുണ്ടയ്ക്ക് ബാങ്ക് അധികൃതർ നേരിട്ടെത്തി കൈമാറിയത് 19,402 രൂപ. അസ്ഥികൂടവുമായി ജിതു എത്തിയത് സഹോദരിയുടെ അക്കൗണ്ടിലെ പണം നൽകാൻ ബാങ്ക് വിസമ്മതിച്ചതോടെ. കൊടും ചൂടിൽ ആശ്വാസമായി ഡൽഹിയിൽ വേനൽ മഴ. രാത്രിയും പുലർച്ചെയുമായി നഗര ഗ്രാമപ്രദേശങ്ങളിൽ മഴ. കടുത്ത വായു മലിനീകരണം നേരിടുന്ന ഡൽഹിയുടെ അന്തരീക്ഷത്തിന് ഗുണകരമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ചാൾസ് രാജാവ്. US-UK ബന്ധം സുശക്തമെന്ന് ചാൾസ് മൂന്നാമൻ. ഏതു പ്രതിസന്ധിയിലും ഉഭയകക്ഷി ബന്ധം തുടരണമെന്നും ബ്രിട്ടീഷ് രാജാവ്. സന്ദർശനം ബ്രിട്ടനിൽ നിന്നും അമേരിക്ക സ്വാതന്ത്ര്യം നേടിയതിന്റെ 250-ാം വാർഷികത്തിൽ. സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കെ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാൻ ട്രംപിന്റെ നീക്കം. ഇറാനെ സഹായിച്ച 35 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധം ശക്തിപ്പെടുത്തി. ടെഹ്റാനെ പിന്തുണയ്ക്കുന്ന ഷാഡോ ബാങ്കിംഗ് ശൃംഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ട് US ട്രഷറി വകുപ്പിന്റെ നീക്കം. സൗദിയിൽ ഗോൾവേട്ട തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ നസറിന്റെ എതിരാളികൾ AFC ചാമ്പ്യന്മാരായ അൽ അഹ്ലി. സൂപ്പർ പോരാട്ടം രാത്രി 11:30 റിയാദിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമിയിൽ PSG-ക്ക് തകർപ്പൻ ജയം. ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയത് 4-5 ഗോളിന്. ഒസ്മാൻ ഡെംബലയ്ക്ക് ഹാട്രിക്.